ഒരുപാട് അനുഭവസ്ഥയാണ്. അതെ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ബുക്ക് പോലെയാണ്. അതിൽ കുറെ ഇമോഷൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറെ സന്തോഷങ്ങളുണ്ട്. എഴുതിക്കൂടെ? അത് ഞാൻ അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ കുട്ടിക്കാലത്ത് കുറെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബിഗ് ബോസിന് ഞാനൊരു കവിത എഴുതിയായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു. അതെന്താണ്? അത് ആക്ച്വലി എനിക്കൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് ഞാനൊന്ന് കവിതയായിട്ട് എഴുതി. അതിന് കുറെ കല്ലേറും കിട്ടി. അപ്പൊ അങ്ങനെ ഒരു കവിത എഴുതിയായിരുന്നു. അപ്പൊ ആ കവിത കഴിഞ്ഞ ശേഷം വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു ഒരു ബുക്കായിട്ട് എന്തെങ്കിലും എഴുതി കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ലൈഫിലുള്ള കുട്ടിക്കാലത്തുള്ള ഞാനൊരു കുഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. കോടനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ആനവളർത്തൽ കേന്ദ്രമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ എനിക്ക് കുറെ മെമ്മറീസ് ഉണ്ട്. പാടങ്ങളും പൂമ്പാറ്റകളും അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ആ ഒരു എന്റെ ലൈഫിലുള്ള കുറെ മെമ്മറീസ് ഒക്കെ വെച്ചിട്ട് പാറൂട്ടി എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ എഴുതിയിരുന്നു. അപ്പൊ ജയസൂര്യ ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രേക്ഷകനെ എങ്ങനെയാണ് ഈ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയായി എന്നുള്ളൊരു ക്വസ്റ്റ്യനുള്ള ഉത്തരം അതിലുണ്ടായിരുന്നു. കാരണം ഞാൻ ബിഗ് ബോസിൽ പലരും എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാനൊരു മുഖംമൂടി ധരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്, ഒരു നന്മയുടെ നിറകൂടം അല്ലെങ്കിൽ ഒരു നന്മ മരം, ആ ഒരു രീതിയിൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറേ കുട്ടികളുടെയും വയസ്സായവരുടെയൊക്കെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെയല്ല. മേ ബി ആൾക്കാർ എന്നെ ഭ്രാന്തി എന്ന് വിളിച്ചേക്കാം. എന്നെ വിളിച്ചിട്ടുണ്ട്, വട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വെച്ചിട്ട്. കാരണം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കുറച്ച് അബ്നോർമലായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി എന്റെ വട്ടായിരിക്കാം. പക്ഷെ എന്റെ നെഞ്ചു തൊട്ട് ഞാൻ പറയാം, ചെറുതായിട്ടുണ്ട്. പക്ഷെ എന്റെ നെഞ്ചു തൊട്ടെങ്കിൽ പറയാം, ഞാൻ അറിഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളി ആരെയും വേദനിപ്പിക്കാനോ വേദനിപ്പിക്കാതിരിക്കാൻ അത്രയേ ഉള്ളൂ. സൂര്യയുടെ ജീവിതത്തില് ഒഴിവാക്കാമായിരുന്ന ഒരു അനുഭവമുണ്ട്, നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമോ എന്ന് സംശയമുണ്ട്. എന്താണത്? അത് ബിഗ് ബോസിനുള്ളിൽ വെച്ച് തന്നെ ഒരു സംഭവമാണ്. അത് എനിക്ക് പുറത്തിറങ്ങിയ ശേഷം ആ ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയിരുന്നൊരു കാര്യം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മയും കൂടി വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അതായത് ഞാനൊരു ഓപ്പൺ ബുക്കാണ് സർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്തുണ്ടോ എൻ്റെ മുഖത്തുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയം സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ എനിക്കിപ്പോൾ സാറിൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതെൻ്റെ മുഖത്ത് നല്ലപോലെ കാണും. അതങ്ങനെയാണ്. എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ, അങ്ങനെ ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഒരാളുടെ അടുത്ത് തോന്നി. അത് ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷെ എനിക്കത് തുറന്നു പറയണ്ടായിരുന്നു എന്നെനിക്ക് പുറത്തു വന്ന ശേഷം തോന്നി. അതൊരു ഗെയിം ഷോ ആയിരുന്നു അല്ലേ. അപ്പോൾ ഗെയിം ഷോ ആയതുകൊണ്ട് എൻ്റെ അമ്മ കാണുന്നുണ്ട്, അച്ഛൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്കത് എൻ്റെ ഇമോഷൻസ് ഞാനൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു. കാരണം ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും ഇതുപോലെ കാണുന്നതാണ്. അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിക്കാണ്. അല്ല, എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പക്ഷെ ആ വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമായി കാണുമായിരിക്കും. ഇല്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ആര് എന്ത് സത്യം പറയുന്നു എന്നൊന്നും അറിയില്ല. അവിടെ എല്ലാവരും, ചിലവർ ഫേക്കായിട്ട് നിൽക്കുന്നവരുണ്ട്, റിയലായിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ വെളിയിലിറങ്ങിയപ്പോൾ ആൾക്കാർ എന്നെ വെറുത്ത ഏറ്റവും വലിയൊരു കാര്യം, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്, അതേപോലെ തന്നെ വെറുക്കുന്ന ആളുകളുണ്ട്. ഞാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ആയിട്ട് മാറി, അത് വേണ്ടായിരുന്നെന്നാണ്. കാരണം കേരളക്കരയിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് ഭയങ്കരമായിട്ട് വിവാദമായി, കത്തി. അവിടെ നിൽക്കട്ടെ, ശരിക്കും സൂര്യക്ക് ആരെങ്കിലും ഇഷ്ടം? നിലവിലല്ല, അന്നോ ഇന്നോ എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നും. മനുഷ്യന്മാരല്ലേ, ഇഷ്ടം തോന്നാത്ത വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എന്തിനാണ് മറ്റേ ഈ പുരുഷന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു? അന്ന് ഇഷ്ടമൊന്നുമില്ലായിരുന്നു വേറെ ആരുടെ. അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ അങ്ങനെ വേറെ ആരോടും. എന്തായാലും ഒരു പ്രണയമുണ്ട്. ഇപ്പൊ ഇല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടു വന്ന ഒരു പയ്യൻ, പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടില്ല. അത് കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഒരാളുടെ ഇഷ്ടം തോന്നണം, തിരിച്ച് എനിക്ക് അതുപോലെ വേണം. 2-3 വർഷമായി. 2-3 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ആള് കുറച്ച് ശ്രീധനമൊക്കെ 1 കിലോ സ്വർണം വേണമെന്നൊക്കെ പറഞ്ഞു. കല്യാണം വരെ എത്തിയായിരുന്നു. അപ്പം പക്ഷെ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ആകെ 4-5 വട്ടമൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനിടയിൽ 1 കിലോ വേണമെന്ന് പറഞ്ഞു. നിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്വർണ്ണമൊക്കെ വേണം, 1 kg ഗോൾഡ് വേണം. 1 kg തൊട്ട് 1 പവൻ പോലും ഇല്ല വീട്ടിൽ കൈയെടുക്കാൻ. അതെ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒന്ന് ചിന്തിച്ചാൽ മതി, 1 കിലോയ്ക്ക് ഉള്ളത് ഉണ്ടോ ആ പയ്യെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, കാരണം പുള്ളിക്ക് 1 കിലോ വർത്തായിട്ടുള്ള ഐറ്റം ഉണ്ടോ എന്ന് നമുക്ക് പറയാം. അല്ല, അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ വെറുത്തല്ല. ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിന്റെ മേളിലായിട്ട് സ്വർണം വേണമെന്ന് പറഞ്ഞാൽ ആ പയ്യൻ വെറുത്തല്ല. അത്രേ ഉള്ളൂ.